use it to give it as assignments. Okay. So first of all, what is plastic? What is plastic? Read the first line. Liana Sambak, read the first line. What is plastic? Read the first line. Plastic is an organic substance. Okay. Then Rudya Harindran, read the second line. Rudya Harindran, read the second line. Rudya Harindran. You can read out the second line. It consists of natural or synthetic binders or resins. Okay. So plastic is an organic substance. Plastic എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ്. എല്ലാവരും ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചാണ്. ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനെയുള്ള കണ്ടൻസ് ഒക്കെ ഉള്ള സംഭവമാണ്. CH മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളാണ് നോർമലി ഓർഗാനിക് മൂലകങ്ങൾ എന്ന് പറയും. ഇപ്പോ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പഠിച്ചാണ്. അപ്പൊ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഹൈഡ്രോകാർബൺസ് ആണ് അല്ലെ, ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺസ് ആണ്. വളരെ ലോങ് ആയ ചെയിൻ ഉള്ള ഹൈഡ്രോകാർബൺസ് ആണ് നോർമലി പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നാച്ചുറൽ ഓർ സിന്തറ്റിക് റെസിൻസ്. നമുക്കറിയാം നാച്ചുറൽ ആയ മെറ്റീരിയൽസും ഉണ്ട്, മേ ബി സം സിന്തറ്റിക് ആർട്ടിഫിഷ്യലായി നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അപ്പോ നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. capable to flow when heated, ചൂടാക്കിയാൽ ഉരുകും. എല്ലാവർക്കും അറിയാം. can be molded into different required size and shape എന്നുള്ളത് റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പിൽ മോൾഡ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോ പിന്നെ പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് അത്രയാണ് പറയാനുള്ളത്. അതില് then classification of plastic. പ്ലാസ്റ്റിക്കിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ഹീറ്റിംഗ്, then സ്ട്രക്ചർ, ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ബേസ്ഡ് ഓൺ ദിസ് ഇതൊക്കെ വൈകാട്ട് പഠിക്കാനുള്ള സാധനമാണ് തെർമോപ്ലാസ്റ്റിക്സ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നിങ്ങൾ പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ്ലി. then homogeneous and heterogeneous, then rigid plastics, semi rigid, soft, elastomers. തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ നോക്കൂ. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റൻ ഓൺ ഹീറ്റിംഗ്, ഹാർഡൻ ഓൺ കൂളിംഗ്, റിവേഴ്സിബിൾ ആണ്, റിയൂസബിൾ ആണ്. മനസ്സിലായോ? അതായത് ചൂടാക്കുമ്പോ അത് സോഫ്റ്റൻ ചെയ്യപ്പെടും. ഇത് ആരാണ് ഈ ഇടക്കിടക്ക് ഇങ്ങനെ കയറുന്നത്? ഹു ഈസ് ദാറ്റ്? സംബഡി അറ്റ് ദ ടൈം. ഓക്കെ, അപ്പോ ചൂടാക്കുമ്പോ വെള്ളമായിട്ട് മാറും. അതുപോലെ തണുക്കുമ്പോ എന്താണ് തിരിച്ച് ഹാർഡായിട്ട് മാറും. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. തിരിച്ച് നമുക്ക് എന്താ പറഞ്ഞത്, തെർമോപ്ലാസ്റ്റിക്കിനെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് അത് ഒരുക്കി കഴിഞ്ഞിട്ട് ആ രൂപത്തിൽ തിരിച്ച് അതിന്റെ തുടക്കത്തിൽ ഏത് രൂപമാണ് ഉണ്ടായത് അതിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയും. പക്ഷെ ചില പ്ലാസ്റ്റിക്കുകളുണ്ട്, അവ നമ്മ ചൂടാക്കിയിട്ട് സെറ്റ് ആയാൽ സെറ്റ് ഒരു തെർമോ സെറ്റിംഗ് ആണ്. അവരെ തിരിച്ച് നമുക്ക് ആദ്യ രൂപത്തിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അതാണ് തെർമോപ്ലാസ്റ്റിക്സും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. ആ പേര് തന്നെ ഉണ്ട്. തെർമോ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റായി, പിന്നെ അതിനെ പഴയ രൂപത്തിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളാണ്. ചൂടാക്കിയാലുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല തെർമോ സെറ്റിംഗ്. തെർമോപ്ലാസ്റ്റിക്സ് നമുക്കറിയാം അവയെ നമുക്ക് തിരിച്ചിട്ട് അതേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് ക്യാൻ ബി റീയൂസ്ഡ്, ക്യാൻ ബി റിവേഴ്സ്ഡ്. ഇത് മനസ്സിലായോ? തെർമോപ്ലാസ്റ്റിക്സ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ അഡിഷൻ പോളിമറൈസേഷൻ. അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ വഴിയാണ് ഇങ്ങനെയുള്ള നമുക്കറിയാം ഇങ്ങനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് എന്നറിയാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കാനുള്ള സംഭവമാണ്. n ടൈംസ് എന്ന് പറഞ്ഞിട്ട് പോളിമറൈസേഷൻ നടക്കുന്നത്. എങ്ങനെയാണ് പോളിമറൈസേഷൻ നടത്തുന്നത് അണ്ടർ സം കാറ്റലിസ്റ്റ്, അതൊക്കെ നിങ്ങൾ നോക്കുക. അതിൽ അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. ഞാൻ അഡീഷൻ പോളിമറൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഹോംവർക്കാണ്.
അതുപോലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഒക്കെ പ്ലസ് ടു പഠിക്കാനില്ലാണ്. ഇപ്പൊ കണ്ടൻസേഷൻ റിയാക്ഷൻ വഴിയാണ്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴിയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഫോം ചെയ്യുന്നത്. ഹാവ് ലോങ് ചെയിൻ മോളിക്കുലാർ സ്ട്രക്ചർ. തെർമോപ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ലോങ് ചെയിൻ മോളിക്കുലാർ സ്ട്രക്ചർ ആണ്, വളരെ ലോങ് ചെയിൻ ആയ മോളിക്കുലാർ സ്ട്രക്ചർ ആണ് തെർമോപ്ലാസ്റ്റിക്കുകൾ. അതിൽ നൈലോൺ 6 എന്ന് പറയുന്ന തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ദെൻ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, സ്വിച്ചസ്, ബെക്കലൈറ്റ് ഒക്കെ തെർമോസെറ്റിംഗ് ആണ്. അങ്ങനെ ബെക്കലൈറ്റ് ഒന്നും നമുക്ക് എന്ത് പറ്റൂല, തിരിച്ചിട്ട് അതിന്റെ തുടക്കത്തെ രൂപത്തിലോട്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. നൈലോൺ ഒക്കെ അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനം, റൈറ്റ്. ദെൻ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ്? ഒരു പ്ലാസ്റ്റിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ ചർച്ച ചെയ്തത് ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ഹീറ്റിംഗ് മാത്രമാണ്. മറ്റുള്ളത് ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ള ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ക്ലാസിഫിക്കേഷൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. എക്സ്പ്ലെയിൻ ദ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാസ്റ്റിക്സ് മാത്രമേ നിങ്ങളെ സിലബസിൽ. അപ്പോൾ നമുക്ക് എന്ത് മതി, അത് മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, തെർമോപ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് ഉണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കും. ഓക്കെ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് സിലബസ് പറഞ്ഞിട്ടുണ്ട്. നല്ല അപ്പിയറൻസ്, ഓക്കെ, ട്രാൻസ്പെറന്റ്, ഒപ്പാക്, വളരെ സുതാര്യമായതുണ്ട്. ഇനി സുതാര്യമല്ലാത്ത അതാര്യമായ സാധനങ്ങളുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയി, സ്റ്റേബിൾ, ട്രാൻസ്ക്ലൂവന്റ് കളേഴ്സ്, വളരെ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആയ സാധനങ്ങളുണ്ട്. നല്ല കെമിക്കൽ റെസിസ്റ്റൻസ് ആണ്. അതായത് ഏത് കെമിക്കലും അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല പ്ലാസ്റ്റിക്സ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പ്ലാസ്റ്റിക്സിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ആ ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി, അതായത് അതിന് തന്ന ഡയമെൻഷൻ, അതിന്റെ ആ രൂപം ആകൃതിയൊക്കെ നിലനിർത്താനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക്കിൽ വെള്ളവും എന്തായാലും പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും ബ്രേക്ക് ആവില്ല. അതിനുള്ള രൂപം അത് അതുപോലെ നിലനിർത്താനുള്ള കഴിവുണ്ട്. അതുപോലെ സഫിഷ്യന്റ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിച്ചു നീട്ടാനുള്ള കഴിവാണ്. ആ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ വലിച്ചു നീട്ടാനുള്ള കഴിവ് കൂടുതലാണ്. ഓക്കെ. അപ്പോ അതാണ് പറഞ്ഞത്. പിന്നെ അത് ഡക്റ്റിലായിട്ട് മെല്ലെ വലിഞ്ഞിട്ട് ഫെയിൽ ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. സഫിഷ്യന്റ് ഡക്റ്റിലിറ്റി ഉണ്ട്. ദെൻ ഗുഡ് ഡ്യൂറബിലിറ്റി ആൻഡ് വെതർ. നല്ല ഡ്യൂറബിൾ ആണ്, വെതർ റെസിസ്റ്റൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഉണ്ട്, low weight and good finishing, good fire resistance, then can be easily fixed in position, easy maintenance, cheap and can be recycled. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുക എല്ലാവരും. ദെൻ യൂസസ് ഓഫ് പ്ലാസ്റ്റിക്സ്. എവിടെയൊക്കെയാണ് പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്? PVC പൈപ്പിൽ ഉപയോഗിക്കുന്നു, യൂറ്റൻസിൽസ്, ബോട്ടിൽസ്, ബാത്ത് ആൻഡ് സിങ്ക് യൂണിറ്റ്സ്, കൊറുഗേറ്റഡ് ആൻഡ് പ്ലെയിൻ ഷീറ്റ്, ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഉപയോഗിക്കുന്നു, വാട്ടർ ടാങ്ക്സ്, സേഫ്റ്റി ഗ്ലാസ്, ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ്, വയർ ഇൻസുലേഷൻ, പെൻ കവറിംഗ്സ്, ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ്, ദെൻ കോൺക്രീറ്റ് ക്യൂറിംഗ് ഷീറ്റ്. ഇതിലൊക്കെ പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. ഇതിൽ 5-6 നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക പ്ലാസ്റ്റിക്സ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് അതർ മെറ്റീരിയലിന്റെ മേലെ പ്ലാസ്റ്റിക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. നല്ല റെസിസ്റ്റൻസ് ആണ്, കെമിക്കൽ റെസിസ്റ്റൻസ്, സോൾവെന്റ്, ഏത് കെമിക്കലാണ് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുണ്ട്, ഡ്യൂറബിലിറ്റി, വീട് നിൽക്കും കുറെ കാലം, നല്ല ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാം, വെയിറ്റ് കുറവാണ്, ചീപ്ലി അവൈലബിൾ ആണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, വലിച്ചു നീട്ടാനുള്ള ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലാണ്, മെയിൻ്റനൻസ് കുറവാണ്, ഒക്കേഷണൽ ക്ലീനിങ് ആവശ്യം മതി, എപ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, ഏത് ഷേപ്പിലും ക്രാക്കുകൾ കൂടാതെ മോൾഡ് ചെയ്യാം. ദെൻ ലിമിറ്റേഷൻസ്, പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്ന ലിമിറ്റേഷൻ, ഇത് രണ്ടാണ് നമ്മുടെ സിലബസ്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? നേച്ചറിന് ഹാംഫുൾ ആണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഉണ്ടാക്കുന്നു, ഹെൽത്ത് ഹസാർഡ്സ്, ടോക്സിക് ഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കുന്നു. ദെൻ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ദെൻ പ്ലാസ്റ്റിക് യൂഷ്വലി ഹാവ് ഷോർട്ട് യൂസ്ഫുൾ ലൈഫ് കമ്പയർഡ്, മെറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്ലാസ്റ്റിക്കിന്റെ ജീവിതകാലം കുറവാണ്. അതുപോലെ നോൺ റീനേബിൾ ആണ്, കോസ്റ്റ് ഓഫ് റീസൈക്കിൾ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ് പ്ലാസ്റ്റിക്, അത് വളരെ ശ്രദ്ധിക്കണം. ദെൻ അനിമൽ ലൈഫിന് വളരെ മോശമാണ്, സഫോക്കേഷൻ, ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഏത് വാതകമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഓക്കെ. അപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ അനോമലി ഫോം, അപ്പൊ കാർബൺ മോണോക്സൈഡ് ആണ് കാർബോക്സി ഹീമോഗ്ലോബിൻ പുറത്തുവിടുകയും അതൊക്കെ നമ്മുടെ ശരീരത്തിന് മോശമാണ്. ഓക്കെ. നമ്മുടെ ബ്ലഡിൽ നമുക്ക് മാത്രമല്ല ത്രെറ്റ് ടു അനിമൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ മോശമാണ് പ്ലാസ്റ്റിക്. അതിനെ കുറിച്ചൊക്കെ ഈ പോയിന്റ് അല്ലാതെ തന്നെ നിങ്ങളുടെ ഭാവനയിലൊക്കെ കുറെ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സിലബസ് പോലെ PVC, പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് സിന്തറ്റിക് പ്ലാസ്റ്റിക് പോളിമർ ആണ്. യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് ഒരു പോളിമർ തന്നെയാണ് PVC എന്ന് പറഞ്ഞത്.
വിനൈൽ ക്ലോറൈഡ് എന്ന മോണോമറിനെ പോളിമറൈസേഷൻ റിയാക്ഷന് വിധേയമാക്കിയാൽ കിട്ടുന്ന സാധനമാണ് പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ 9ാം ക്ലാസ് തൊട്ടിട്ട് 12ാം ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും എഞ്ചിനീയറിംഗിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിപ്ലോമയിൽ. അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നോക്കാം. PVC എവിടെയാണ്? പൈപ്സ് ആൻഡ് റോപ്സ്, ഇലക്ട്രിക് കേബിൾസ്, കൺസ്ട്രക്ഷൻ വർക്ക്സ്, ഫ്ലാറ്റ് ഷീറ്റ്, ക്ലോത്തിങ്, ഫ്ലോറിംഗിലൊക്കെ തന്നെ PVC ഉപയോഗിക്കാം. PVCക്ക് n നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. PVCയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ മണ്ണ് പൈപ്പും അതുപോലെ PVC പൈപ്പും തമ്മിൽ വ്യത്യാസം പ്രത്യേകത എന്താണ്? റസ്റ്റ് പ്രൂഫ് ആണ്, തെർമൽ പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ വുഡിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ദെൻ ഡസ്റ്റ് പെനിട്രേഷൻ കുറവാണ്. പെനിട്രേഷൻ ഡസ്റ്റിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള എന്താ പറയേണ്ടത്, അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. ദെൻ അൺഎഫക്റ്റഡ് ബൈ കോസ്റ്റൽ സലൈൻ എയർ ആൻഡ് ഡ്രൈ ഹീറ്റ്. നല്ല ഡ്രൈ ഹീറ്റ് അതുപോലെ സലൈൻ എയർ, അതായത് ക്ലോറൈഡ്സ് ഒക്കെ അടങ്ങിയ എയറിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഏത് കളറിൽ ഡിഫറെന്റ് ഷെയ്ഡിലൊക്കെ അവൈലബിൾ ആണ്. ഷെയ്ഡ് ചെയ്യില്ല, കൊറോഡ് ചെയ്യില്ല, ഫ്ലൈക്ക് ചെയ്യില്ല, വാർപ്പ് ചെയ്ത് പുറത്തേക്ക് പോകില്ല. മെയിൻ്റെനൻസ് ആവശ്യമില്ല, ഒക്കേഷണൽ ക്ലീനിങ് മാത്രം മതി. ബെറ്റർ തെർമൽ ഇൻസുലേറ്റർ, അതായത് നല്ലൊരു തെർമൽ ഇൻസുലേറ്റർ കൂടിയാണ്. യൂസ്ഡ് ആസ് ഗ്യാസ്കറ്റ് ടു മേക്ക് ഡോർസ് ആൻഡ് വിൻഡോസ്. അത് ഡോർസും വിൻഡോസ് ഒക്കെ ആക്കാനുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു ഗ്യാസ്കറ്റ് ആയിട്ട്, ഒരു എന്താ പറയേണ്ടത്, ഒരു ഗ്യാസ്കറ്റ് ഇൻ ദ സെൻസ് അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട്. ഓക്കെ, ഇൻ എയർ ടൈറ്റ് ആസ് ഇൻ കേസ് ഓഫ് റെഫ്രിജറേറ്റർ എയർ ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. വെഹിക്കിൾസിൽ, എയർ കണ്ടീഷണർ റൂംസിൽ, അതിലൊക്കെ ലൈനിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ മെഷീൻസിൽ ഉപയോഗിക്കുന്നു. n നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ഇൻ ഫോർ PVC. മെഷീൻ സബ്ജക്ട് ടു ഹെവി ഫ്രിക്ഷൻ ആൻഡ് ഫോർ ടാങ്ക് ടു യൂസ്ഡ് ആസ് എ കെമിക്കൽ പ്രോസസ്. അതായത് അതാ പറഞ്ഞ മെഷീൻസിന് അതുപോലെ ഹെവി ഫ്രിക്ഷൻ ഒക്കെ വരുന്ന സ്ഥലത്ത് ലൈനിങ് മെറ്റീരിയൽ ആയിട്ടൊക്കെ PVC ഉപയോഗിക്കുന്നുണ്ട്. PVC അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിക്കാം PVC. എയർ ടൈറ്റ്നെസ്, ആ ഒരു ടൈറ്റൻ കിട്ടാൻ വേണ്ടി നമുക്ക് PVCയിലെ ചെറിയ പീസുകളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ്, യഥാർത്ഥത്തിൽ ഇത് വേണ്ട, ഇതൊക്കെ സിംഗിൾ സെന്റൻസ് ആണ്. യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ടയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, മെഷീൻസിന്. യൂസ്ഡ് ടു പ്രിപ്പയർ റബ്ബർ ത്രെഡ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് വെയർ. റബ്ബർ ത്രെഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PVC ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ PVCയുടെ ഒരു റോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യൂസ്ഡ് ഫോർ അബ്സോർബിംഗ് ഷോക്സ് ആൻഡ് ഫോർ റെഡ്യൂസിംഗ് വൈബ്രേഷൻസ് ഇൻ മെഷീൻ. ഷോക്ക് അബ്സോർബർ ആയിട്ട് ഉപയോഗിക്കാം. ദ സിന്തറ്റിക് റബ്ബർ ഒരു സെക്കൻഡ്, മേ ബി നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് പ്രോപ്പർട്ടീസിൽ ഈ ബെറ്റർ തെർമൽ ഇൻസുലേറ്റർ ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. മേ ബി എനിക്ക് തോന്നുന്നു റബ്ബറിന്റെ പോയിന്റ്സ് ഇതിൽ മിക്സ് ആയി. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ നോർമലി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് എന്താ പറയുന്നത് നമ്മുടെ PVC എന്ന് പറഞ്ഞു. PVCയുടെ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് പ്രോപ്പർട്ടീസ് 3, 3, 6, 2, 8 പഠിക്കും. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഷ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പൊ ഇത്രയാണ് PVC വരെ കവർ ചെയ്യാനുള്ളത്. ഇനി അടുത്ത ഒരു പാർട്ട് പറഞ്ഞാൽ റബ്ബറിന്റെ. ഓക്കെ, അത് റബ്ബർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് യൂസസ് എന്നുള്ള റബ്ബറിന്റെയാണ്. ആക്ച്വലി ഈ ലാസ്റ്റത്തെ പാർട്ട് എന്ന് പറഞ്ഞ റബ്ബറിനെയാണ്. അതാണ് എനിക്ക് ഒരു സംശയം വന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റബ്ബർ ആണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റബ്ബർ ആണ്. എല്ലാവരും ഒന്ന് തിരുത്തുക. ഓക്കെ, അപ്പോ ഡോർസ് ആൻഡ് വിൻഡോസിൽ എയർ ടൈറ്റ്നെസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റബ്ബർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ റെഫ്രിജറേറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. വെഹിക്കിൾസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എയർ കണ്ടീഷൻസ് റൂംസിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ലൈൻ മെറ്റീരിയൽ ഇതൊക്കെ റബ്ബറിന്റെയാണ്. ഞാനത് PVC ആയിട്ട് മിക്സ് ചെയ്തിട്ട് പറഞ്ഞു. കാരണം എനിക്കൊരു സംശയമാണ്. അതുപോലെ വെഹിക്കിൾസിന്റെ ടയർ, അതുപോലെ മെഷീൻസിന്റെ ടയറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് റബ്ബർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സിലബസിൽ ഇല്ലാണ്, അതുകൊണ്ട്. അതുപോലെ റബ്ബറിന്റെ ത്രെഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വയർസ്, റോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ത്രെഡുകൾ, ചെറിയ ത്രെഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും റബ്ബർ. ദെൻ ഷോക്ക് അബ്സോർബർ ആയിട്ട് റബ്ബർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, വൈബ്രേഷൻ ഒക്കെ അബ്സോർബ് ചെയ്യാൻ. ദെൻ സിന്തറ്റിക് റബ്ബർ എന്ന് പറഞ്ഞത് ഹോസ് പൈപ്പിൽ, നമുക്ക് ഹോസ് പൈപ്പ് അറിയില്ലേ, അപ്പൊ പെട്രോൾ ക്യാരി ചെയ്യാൻ, കെറോസിൻ ഓയിൽ ക്യാരി ചെയ്യാൻ, അതുപോലെ ഹൈ ടെൻഷൻ വയറിന്റെ ഇൻസുലേഷൻ ആയിട്ടൊക്കെ നമുക്ക് റബ്ബർ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ റബ്ബറും കവർ ചെയ്യും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റബ്ബർ എന്നല്ല തിരുത്തി വയ്ക്കുക. ഇത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് PVC. മാഷ്ക്ക് ചെറിയ തെറ്റ് പറ്റിപ്പോയതാണ്. ഇത് റബ്ബർ എന്ന് എല്ലാവരും തിരുത്തി വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ PPT-യിൽ ഞാൻ പറ്റിയെങ്കിൽ തിരുത്തിയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ് റബ്ബർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അയക്കാം. ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഒരു പോർഷൻ കൂടി അതും കൂടി എടുത്തിട്ട് നമുക്ക്